സ്വന്തം മകൻ അപ്പന്റെ കൈ വെട്ടിയതും കാണേണ്ടി വന്നു. അത് കൈപ്പത്തിയിൽ മുളച്ച 6-ാം വിരൽ പോലെ വികൃതമാണ് മാഷെ. എന്റെ മോൻ എന്റെ കൈവെട്ടി. അവനെ കൊണ്ടത് ചെയ്യിച്ചു. 14 കൊല്ലം തെണ്ടി നടന്ന് തിരിച്ചു വന്നിട്ടും നിങ്ങൾ അവനെ സ്നേഹത്തോടൊന്നും നോക്ക് പോലും ചെയ്തിട്ടില്ല. ഓട്ടക്കാരനായിട്ട് തിരിച്ചു വന്നതിനെ പിന്നെ എങ്ങനെ സ്വീകരിക്കണം? ആക്കിയത് നിങ്ങളല്ലേ. ഈ തട്ടമ്പുറത്തുകാരെ ഒന്ന് നോക്കൂ. പോലീസുകാരന്റെ മകൻ ബാലുവിന്റെ മിടുക്ക് പറഞ്ഞ് നിങ്ങൾക്ക് സ്വന്തം മകന്റെ കഴിവുകൾ കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ട് എന്തുണ്ടായി? ബാലുവിനെ കണ്ണുവെച്ച് അവന് പെടുഭരണം വാങ്ങിക്കൊടുത്തില്ലേ? ഊതിക്കാച്ചി പൊന്നെ കരിക്കട്ടയാക്കിയില്ലേ? ഊതിയവന്റെ മനസ്സ് ഒരികെ പൊന്നറിഞ്ഞില്ല മേരി. ചാക്കോ മാഷ ലോകം ഇനി ഇങ്ങനെ കണ്ടാ മതി. ഇന്നവൻ കൈവെട്ടി, നാളെ അവൻ കഴുത്തു വെട്ടു. ഇല്ല, നാളെ അവൻ കരയും. വെട്ടിമുറിച്ച അപ്പന്റെ കൈകൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ. ഏമാനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ? തോമയുടെ അമ്മയുടെ ദേഹത്ത് നീ കൈവച്ചു, ഗേറ്റ് പൂട്ടിയിട്ട് എന്നെ ഇടിച്ചു. ഇതിന് നിന്നോട് ക്ഷമിക്കാൻ തോമയുടെ ശവത്തിനെ കഴിയൂ. കുട്ടിക്കാടാ, നിന്റെ കേസ് തോമ അവധിക്ക് വെച്ചിരിക്കുന്നു. എന്റെ പെങ്ങടെ കല്യാണം ഒന്ന് കൂടണമെന്നുണ്ട്. കാണാം. പടാ. നിന്റെ അപ്പം പഠിപ്പിച്ച ചീഫ് സെക്രട്ടറിയും നിന്റെ കൊച്ചാപ്പന്റെ പൂത്ത പണവും കൊണ്ട് നീ ഞെളിയരുത്. നീ കളിക്കുന്ന പോലീസുകാരനോടാ. നിന്റെ തല നടുറോഡിൽ ഉരുളാൻ കുറ്റിക്കാരന്റെ കൈ വേണ്ട. ഇവിടുത്തെ ലോക്കപ്പുകളിൽ നിന്നേക്കാ വലിയ ചട്ടം പേരുണ്ടാ. ചേച്ചി, ഏമാനെ അകത്ത് വിളിച്ചോണ്ടുപോയി വല്ലതും ഭക്ഷിക്കാൻ കൊടുക്ക്. ചെല്ലു പോ. ഇതെന്താ മാഷെ മുറ്റത്ത് തെങ്ങ് വെക്കുന്നേ? തനിക്കിപ്പോ തൃപ്തിയായല്ലോ. കൂട്ടുകാരന്റെ കൈവെള്ളയെ കുത്തിയച്ച് മോൻ നാട് വിട്ടില്ലേ? കാരണക്കാരൻ താനാ. എനിക്കത് യാതൊരു മനസ്താപവും ഇല്ല. താൻ അടിച്ചും പീഡിപ്പിച്ചും വീർപ്പുമുട്ടിച്ചും നാട് കടത്തിയവൻ നാളെ വലിയവനാകേണ്ട ഒരുത്തനാ. ഒരിക്കൽ താൻ അവന് വേണ്ടി കരയും. അവനെ കൊണ്ട് ബെഞ്ച് തുടപ്പിച്ച തൂവാല കൊണ്ട് താൻ ആ കണ്ണീരൊപ്പും. 2 ദിവസം പട്ടിണി കിടക്കുമ്പോ താനെ ഇങ്ങി വരും. താൻ വിഷമിക്കണ്ട. വിഷമം ഉണ്ടടോ. മനഃപൂർവ്വം തോപ്പിച്ചാലേ മര്യാദയ്ക്ക് അവൻ പഠിക്കുന്നൊരു മണ്ട സിദ്ധാന്തം അടിച്ചേപ്പിച്ച് താൻ എന്നെ കൊണ്ട് എന്തിനത് ചെയ്യിച്ചു. അവൻ ആ ഉത്തരക്കടലാസ് കത്തിച്ചെന്റെ മുഖത്തേക്കെറിഞ്ഞപ്പോ ഞാൻ ദഹിച്ചു പോയടോ. കടുവച്ചാക്കോ ഹെഡ്മാഷായിരിക്കുന്ന ഈ സ്കൂളിന്റെ പടി ഇനി ഞാൻ ചവിട്ടില്ല. തിരിച്ചു വന്നു. ആഗ്രഹിച്ചതല്ല, പിന്നെ തീരുമാനിച്ചു ഒരിക്കൽ വരണമെന്ന്. ഞാൻ കളങ്കപ്പെടുത്തിയ എന്റെ സ്കൂളിന് ഒരു നല്ല അധ്യാപികയെ സമ്മാനിക്കാൻ. എന്റെ മോള് തുളസി. CP ആണ് ഹരിശ്രീ എഴുതിച്ചത്. അപ്പോ ഇവൾ ആദർശവതി ആയിരിക്കണമല്ലോ. അവളെ മനസ്സിലായോ? എന്റെ ജാൻസിമോൾ. BSCക്ക് സംസ്ഥാനത്തെ 1ാം റാങ്കും ഗോൾഡ് മെഡലും. പത്രത്തിൽ വായിച്ചു കാണും രാവുണ്ണി. അവിടെ വിവാഹമാണ്. എന്റെ മരുമോൻ എഞ്ചിനീയറാ. മകനോ? മടങ്ങി വന്നു 14 വർഷം കഴിഞ്ഞ്. ഫലമില്ല, ഓട്ടക്കാലണ. തല്ലിപ്പറിച്ച് കളഞ്ഞവൻ പിന്നെ എങ്ങനെയാകുമെന്ന് കരുതി? നന്നായി വരുന്നവരും ഉണ്ട്, ആന ചവിട്ടിയാ ചാകാത്തവരും ഉണ്ട്. ഉണ്ടായിരിക്കും. അല്ല, കുപ്പായത്തിന്റെ കൈ എവിടെ? വെട്ടി. ആര്? മകൻ.
സാരമില്ല. കൈവെട്ടിയ ചെകുത്താൻ എന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചു. പകരം ഞാനൊരു തെങ്ങ് വെച്ചു. 18-ാം പട്ട. തെങ്ങ് ചതിക്കില്ല. ഇത് കൽപ്പവൃക്ഷമാ. എന്നും ഞാനിതിന് വെള്ളം കോരും. എന്നും ഞാനിത് കണി കാണും. കിഴക്കൻ കാറ്റടിച്ച് 18-ാം പട്ട തന്റെ നടുമ്പുറത്ത് വീഴരുത്. എന്റെ പറമ്പിൽ നല്ല 1-ാം തരം കരിവീട്ടിയുണ്ട്. പിടിച്ച് അതിലോട്ടം കെട്ടിക്കോളാം. അങ്ങോട്ട് നോക്കടാ. തോമാക്കാണ് ലോകയുടെ പേര് കേട്ടോ. ലോകച്ചായ എന്തോന്നാ ലോകച്ചായ? പൊന്നമ്മേ, സർ CP-യുടെ പുതിയ കണ്ടുപിടുത്തം ചെകുത്താൻ. അതേടാ, 1000 വട്ടം മനസ്സിലെഴുതി നോക്കി വേണോ വേണ്ടായോ എന്ന്. അതിനുശേഷമാണ് നിന്റെ നെറ്റിയിൽ ചെകുത്താൻ എഴുതിയത്. അപ്പന്റെ കൈവെട്ടി ചെകുത്താൻ വെറും 1.5 ചക്രത്തിന്റെ ഗുണ്ട, ആട് തോമ. അതല്ലാതെ എന്താടാ നിന്റെ ഡിഗ്രി? കണ്ട ചട്ടുംപുറത്ത് കയറി നിന്ന് ചീട്ട് കളിച്ചും തേവടിച്ചു കിടത്തോളെ കൈയിട്ട് നടക്കുന്ന നിനക്ക് എവിടെയാടാ അന്തസ്? നിന്റെ വില ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാ ഓട്ടക്കാലണ ഇരിക്കട്ടെ. നിനക്ക് പകരം ഇപ്പൊ എനിക്കൊരു മകനുണ്ട്. അതാ ആ നിൽക്കുന്ന 18-ാം പട്ട തെങ്ങ്. ഞാൻ അവസാന ശ്വാസം വരെ അതിന് വെള്ളം കോരും. അതിൽ നിന്നൊരു കരിക്ക് വെട്ടി കുടിച്ചിട്ട് ഈ സർ CP മരിക്കൂ. അങ്ങനെയൊന്നും പറയരുത്. പോകാൻ പറയടി അവനോട്. മാഷെ, അച്ഛന്റെ സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടിയരച്ച ചെകുത്താൻ അവൻ. ഇറങ്ങിപ്പോടാ പുറത്ത്. മേലി പഠിക്കാത്ത കാലുകുത്തരുത്. ഇനി ഞാൻ വരും സെമിത്തേരിയിൽ നിങ്ങളുടെ കുഴി മണ്ണിടാൻ. ഈ 18-ാം പട്ടയുടെ ചോട്ടി നാകട്ടെ മകന്റെ ഒരു പിടി മണ്ണ്. മോനെ തോമ. ഉണ്ട ചോറിനുള്ള നന്ദിയാണെന്ന് കരുതിയാ മതി.